പിന്നെ നമുക്ക് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ തൊലിയൊക്കെ ചീവി 2 ഞാൻ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. വേറൊരു പാത്രം വെച്ചിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കാരമലൈസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ കളറ് നമുക്ക് പാകാൻ തോന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നായി വരുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സോളം മുന്തിരി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മുടെ ക്യാരറ്റ് ഇതേപോലെ ആക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം, ആ കാരമലൈസ് ചെയ്തത്. അങ്ങനെ അത് തണുക്കാൻ നമ്മൾ മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഒട്ടും വെള്ളമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്. ഇത് 3ഉം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ 1 ഗ്ലാസ് പഞ്ചസാര മിക്സി ജാറിലിട്ട് അത് അടിച്ചെടുക്കുക. അടിച്ച് കൊണ്ടുവന്നതിലേക്ക് 2 മുട്ട, നല്ല വലിപ്പമുള്ള മുട്ട കേട്ടോ, തീരെ ചെറുതാണെങ്കിൽ 3 എടുക്കും. അതും വാനില എസൻസ് 1 സ്പൂൺ ഒഴിച്ചിട്ട് നന്നായി പതപ്പിച്ച് കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവന്നതിലേക്ക് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ഡ്രൈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കതിൽ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് അരിച്ച് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ 2 വട്ടം അരിച്ച് വെച്ചതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കാരമലൈസ് ചെയ്ത ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ 2 വട്ടം അരിച്ചിട്ട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ട് 1 വട്ടം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അരിക്കാനാണ്. 3 വട്ടം അങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ അതിൽ ചേർന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാൻ നോക്കണം. 1 സ്പൂണ് വെച്ച് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഒരു 3 വട്ടം ആകുമ്പോഴേക്കും അതെല്ലായിടത്തും ആയിട്ടുണ്ടാവും. അതിന് ശേഷം അത് ഫോൾഡ് ചെയ്ത് എടുക്കാം. പതുക്കെ ചെയ്താൽ മതി. പിന്നെ ഞാനൊരു പാത്രം, അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. പിന്നെ ഒരു പാത്രം ഞാൻ റിങ്ങൊക്കെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാണ്ട് ഇറക്കി വെച്ച് കൊടുക്കാം. എളുപ്പം പണി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് കേക്കാണ് ക്യാരറ്റ് കേക്ക്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇതൊഴിച്ചതിന് ശേഷം കേക്ക് ട്രേ ഒന്ന് നന്നായി, കേക്ക് ട്രേ എന്നല്ല, ഇത് എൻ്റെ കയ്യിലുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഒരു ബേസിനാണ്, അതിലേക്കാണ് ഇറക്കി വെച്ച് കൊടുക്കുക, ഒരു റിങ് വെച്ചിട്ട്. നമുക്കിപ്പോൾ ഇവിടെ ബീറ്ററോ അല്ലെങ്കിൽ ഓവനൊന്നുമില്ല, അപ്പോൾ നമ്മളത് അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒക്കെ ഒന്ന് അലങ്കരിച്ചൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് നട്ട്സ് ഉള്ളിലിട്ട് കൊടുത്തുട്ടോ. ഞാൻ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആക്കിയതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്.
അതുപോലെ ഇതിൻ്റെ മുകളിലും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 40 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി.